ഒത്തിരി ആളുകൾക്കുള്ള പ്രശ്നമാണ്. എന്ത് ഫുഡ് കഴിച്ചു കഴിഞ്ഞാലും പെട്ടെന്ന് ഒരു എരിച്ചിൽ വരിക, ഈ വയറിന്റെ ഭാഗത്തൊക്കെ ആയിട്ട് ഭയങ്കര വേദന അനുഭവപ്പെടുക, കുറച്ച് ഫുഡ് കഴിക്കുമ്പോൾ തന്നെ വയറ് നിറയുക, വയറ്റിന്ന് പോകാനുള്ള ബുദ്ധിമുട്ടുകൾ, വയറ് ഇളകി പോകുന്ന പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ ഈ ഒരു ദഹനത്തിന്റെ പ്രശ്നത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് രാത്രിയിൽ കറക്റ്റായിട്ടൊന്നും ഉറങ്ങാൻ പറ്റുന്നില്ല. ചിലപ്പോൾ ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാലും വയറിൻ്റെ അകത്ത് നിന്ന് എന്തോ ഉരുണ്ട് മറയ്ക്കുന്ന പോലെ തോന്നുക, വയറിനൊരു എരിച്ചിൽ അനുഭവപ്പെടുക. ഒത്തിരി ആളുകൾ ഈ ഒരു ദഹനത്തിന്റെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ചെറിയ ബുദ്ധിമുട്ടാണെന്ന് കരുതിയിട്ട് മിക്ക ആളുകളും അതിനൊരു ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ എടുക്കാറില്ല. പക്ഷേ അതിന്റെ ഇന്റൻസിറ്റി കൂടി വരുമ്പോഴായിരിക്കും അവർ അതിനെക്കുറിച്ച് കൂടുതലായിട്ടും ബോധറാവുന്നത്. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഈ ഒരു അസിഡിറ്റി അല്ലെങ്കിൽ ഹാർട്ട് ബേൺ, അതായത് ഗ്യാസ്ട്രോ ഈസോഫേഗിയൽ റിഫ്ലക്സ് ഡിസീസ്, നെഞ്ചെരിച്ചിൽ എന്ന് നമ്മൾ സാധാരണ രീതിയിൽ പറയും. അപ്പോൾ നമുക്ക് ഈ ഒരു വിഷയത്തിനെ കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാം. ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, QNB ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ്. നമ്മുടെ ശരീരത്തിലെ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത് ആമാശയം, അതേപോലെ തന്നെ വൻകുടല്, ചെറുകുടല്, അതേപോലെ ആനസ്, റെക്ടം, ഇതെല്ലാം ചേർന്നിട്ടുള്ളതാണ് ഈസോഫേഗസ്. ഇതെല്ലാം ചേർന്നിട്ടുള്ളതാണ് നമ്മുടെ ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മുടെ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ദഹനം തുടങ്ങുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ മൗത്തിൽ വെച്ചിട്ടാണ്. മൗത്തിൽ നമ്മുടെ ടീത്ത്, പല്ലിൻ്റെ സഹായത്തോടു കൂടിയും ടങ്ങിൻ്റെ സഹായത്തോടു കൂടിയൊക്കെ അത് ച്യൂ ചെയ്ത് ആ ഒരു ബോളസ് ഫോമിലെത്തി, പിന്നെ നമ്മുടെ ആമാശയത്തിലെത്തി, അതിനുശേഷം അത് വൻകുടലിലും ചെറുകുടലിലും എത്തി, അത് പിന്നെ ഒരു എക്സ്ക്രീറ്റ അല്ലെങ്കിൽ മലമായിട്ട് പുറന്തള്ളപ്പെടുന്നു. ഇതാണ് ഒരു ഹോൾ ഡൈജസ്റ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ദഹന പ്രക്രിയ എന്ന് പറയുന്നത്. ഈ ദഹന പ്രക്രിയയുടെ ഏറ്റവും കൂടുതൽ പ്രക്രിയ നടക്കുന്നത് നമ്മുടെ ആമാശയത്തിൽ വെച്ചിട്ടും അതേപോലെ തന്നെ വൻകുടലിലും ചെറുകുടലിലും വെച്ചിട്ടാണ്. ഈ വൻകുടലിലും ചെറുകുടലിലും വെച്ചിട്ടാണ് നമ്മുടെ കഴിച്ച ഭക്ഷണത്തിൽ നിന്നും അല്ലെങ്കിൽ ആ ഫുഡിൽ നിന്നും ഈ ന്യൂട്രിയൻസ്, അതായത് പോഷകാഹാരങ്ങൾ വലിച്ചെടുക്കുന്നത്, എസ്പെഷ്യലി വൈറ്റമിൻസും മൈക്രോ ന്യൂട്രിയൻസും ഒക്കെ വലിച്ചെടുക്കുന്നത് ഈ പറഞ്ഞിട്ടുള്ള വൻകുടലിലും ചെറുകുടലിലും വെച്ചിട്ടാണ്. ഒട്ടുമിക്ക ആളുകളിലും, എസ്പെഷ്യലി ഈ സിബോ പോലത്തെ കണ്ടീഷൻസ് ഉള്ള ആളുകൾ, സിബോ മീൻസ് സ്മോൾ ഇൻഡസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത്, അതായത് നമ്മുടെ ദഹനത്തിന് സഹായിക്കുന്ന നല്ല ബാക്ടീരിയാസിന്റെയും ചീത്ത ബാക്ടീരിയാസിന്റെയും ഇംബാലൻസ് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ് സിബോ എന്ന് പറയുന്നത്. അപ്പം ഈ സിബോ പോലത്തെ കണ്ടീഷൻസ് ഉള്ള ആളുകൾക്കൊക്കെ ദഹനത്തിന്റെ ബുദ്ധിമുട്ടുകൾ പ്രോമിനന്റ് ആയിട്ട് കാണിക്കാറുണ്ട്. ഈ സിബോ കണ്ടീഷൻസിൽ കാണിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ലക്ഷണം എന്ന് പറയുന്നത് വയറ് വീർക്കുക, കുറച്ച് കഴിച്ചാൽ തന്നെ വയറ് പെട്ടെന്ന് സ്തംഭിച്ചു വരിക, അല്ലെങ്കിൽ വയറ് ചാടിയിരിക്കുന്ന ഒരു അവസ്ഥ. അതേപോലെ തന്നെ വയറ്റിന്ന് പോകാനുള്ള ബുദ്ധിമുട്ടുകൾ, മലം കട്ടിയായിട്ട് പോകുന്ന ഒരവസ്ഥ. കട്ടിയായി പോകുമ്പോൾ മലം, അതായത് ആ ഒരു ആനസ് അല്ലെങ്കിൽ റെക്ടൽ റീജിയന് ഭയങ്കര ഹാർഡായിട്ട് പൊട്ടിപ്പോകുന്ന ഒരവസ്ഥ. അതിൻ്റെ ഭാഗമായിട്ട് ബ്ലഡ് വരും, പൈൽസിൻ്റെ ഇഷ്യൂസ്, ഫിഷറിൻ്റെ ഇഷ്യൂസ് ഒക്കെ അസോസിയേറ്റ് ചെയ്ത് വരുന്ന ലക്ഷണങ്ങളും നമുക്ക് പറയാവുന്നതാണ്. ഈ സിബോ കണ്ടീഷൻസിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിലൊക്കെ റാഷസ് പോലെ അല്ലെങ്കിൽ ഒരു എക്സിമ പോലത്തെ കുരുക്കൾ പോലെയൊക്കെ കാണാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ടങ് സർഫസ് നോക്കുന്ന സമയത്തായാലും ഈ ഒരു ഒരു വൈറ്റ് കോട്ടിംഗ് പോലെ അല്ലെങ്കിൽ ഒരു ഫംഗസ് അണുബാധ പോലെയൊക്കെ കാണിക്കാവുന്നതാണ്. അപ്പം ഇങ്ങനെ എന്തെങ്കിലും ഒരു സിംറ്റംസ് ഒക്കെ നിങ്ങൾക്ക് പ്രോമിനൻ്റ് ആയിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ഒരു ബെറ്റർ ഓപ്ഷൻസ് ആയിരിക്കും. അപ്പം ഞാൻ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ദഹനത്തിന് ഈ ഒരു അബ്സോർപ്ഷൻ പവർ അല്ലെങ്കിൽ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ സ്മോൾ ഇൻഡസ്റ്റൈനിലും ലാർജ് ഇൻഡസ്റ്റൈൻസ് അല്ലെങ്കിൽ വൻകുടലിലും ചെറുകുടലിലും വെച്ചിട്ടാണ് ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ ഈ സിബോ കണ്ടീഷൻസ് ഉള്ള ആളുകൾക്കൊക്കെ ഈ ഒരു ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് വരും. ആ ബാക്ടീരിയലിൻ്റെ ഓവർ ഗ്രോത്ത് കാരണം അല്ലെങ്കിൽ ദഹനത്തിന് സഹായിക്കുന്ന ബാക്ടീരിയസിന്റെ അമിതമായിട്ടുള്ള വളർച്ച കാരണം നമ്മുടെ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും ന്യൂട്രിയൻസിനെ വലിച്ചെടുക്കാതെ ആ ബാക്ടീരിയാസ് തന്നെ അത് അബ്സോർബ് ചെയ്യുക, അല്ലെങ്കിൽ ആ ബാക്ടീരിയാസ് തന്നെ ആ ന്യൂട്രിയൻസിനെ വലിച്ചെടുക്കുന്നതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരീരത്തിൽ എസ്പെഷ്യലി വൈറ്റമിൻ ഡിൻ്റെയും വൈറ്റമിൻ ബി കോംപ്ലക്സിൻ്റെയും കാൽഷ്യം, മെഗ്നീഷ്യത്തിൻ്റെയും ഒക്കെ ഡെഫിഷ്യൻസീസ് വരും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ശരീരവേദന, ദഹന പ്രക്രിയയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും, മുടി കൊഴിച്ചിൽ, സ്കിൻ കംപ്ലയിൻസ്, ജോയിന്റ് കംപ്ലയിൻസ്, വീക്ക്നെസ്, ടയർഡ്നെസ്, ഇങ്ങനത്തെ പല രീതിയിലുള്ള ലക്ഷണങ്ങൾ കാണിക്കാവുന്നതാണ്. ഇത് ഞാൻ ഒരു കണ്ടീഷൻസ് മാത്രമാണ്, ഇങ്ങനെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ദഹന സംബന്ധമായിട്ട് രീതിയിൽ കാണിക്കാവുന്നതാണ്. അപ്പം നമുക്ക് ഇന്നത്തെ ഒരു മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് അസിഡിറ്റി അല്ലെങ്കിൽ ഗ്യാസ്ട്രോ ഈസോഫേഗിയൽ റിഫ്ലക്സ് ഡിസീസ് എന്ന് പറയും. മിക്ക ആളുകൾക്കും ഈ പേരുകൾക്കും തന്നെ ഞെട്ടുന്നുണ്ടാവും. പക്ഷെ അതിൻ്റെ ഒരു കോമൺ ടേം അല്ലെങ്കിൽ നമ്മൾ യൂഷ്വലി പറയുന്നത് നെഞ്ചെരിച്ചിൽ എന്ന് പറയാം.
മിക്ക ആളുകൾക്കും ഈ ഒരു പ്രശ്നങ്ങൾ കണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ ഒരു ടീനേജ് ഗ്രൂപ്പുള്ള ആളുകളൊക്കെ പറയാറുണ്ട് പെട്ടെന്ന് തന്നെ ഈ ഒരു ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ചെസ്റ്റിന്റെ ഭാഗത്ത് ഒരു പുകച്ചിൽ അനുഭവപ്പെടും. പലരും ചിന്തിക്കുക ഈ ചെസ്റ്റിന്റെ ഭാഗത്തൊക്കെ വേദനയോ കടച്ചിലോ അല്ലെങ്കിൽ ഈ പുകച്ചിലോ ഒക്കെ വരുമ്പോൾ അത് നെഞ്ചുവേദനയാണ് അല്ലെങ്കിൽ ഹൃദയത്തിന്റെ ബുദ്ധിമുട്ടുകൾ കാരണം കാണിക്കുന്ന ലക്ഷണങ്ങളാണെന്ന് കരുതി കൂടുതലായിട്ടും വെറീഡ് ആവും, ആങ്ഷ്യസ് ആവുന്നുണ്ട്. സോ ഈ ഒരു അസിഡിറ്റി അല്ലെങ്കിൽ നെഞ്ചെരിച്ചില് എന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നതിന്റെ മെയിൻ റൂട്ട് കോസ് എന്ന് പറയുന്നത് നമ്മളെ ദഹനത്തിന് സഹായിക്കുന്ന ഒരുപാട് ഡൈജസ്റ്റീവ് ജ്യൂസസ്, ഡൈജസ്റ്റീവ് എൻസൈംസുകൾ ഉണ്ട്. അപ്പൊ ഈ എൻസൈംസിന്റെയും ജ്യൂസസിന്റെയും ഓവർ പ്രൊഡക്ഷൻസോ അല്ലെങ്കിൽ ലെസ് പ്രൊഡക്ഷൻസിലേക്കാണ് ഇത്തരം ബുദ്ധിമുട്ടുകൾ ലീഡ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് വയറിന് ഒരു സ്തംഭനം പോലെ ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ വയർ വീർത്തിരിക്കുക, വയറ്റിന്ന് പോകാനുള്ള ബുദ്ധിമുട്ടുകൾ, അതായത് നമ്മുടെ വയറ് നിറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥകളൊക്കെ ആണെങ്കിൽ ഇവിടെ ആസിഡ് സെക്രീഷൻസിന്റെ അളവ് കുറവായിരിക്കും. ഹൈപ്പോക്ലോറോഹൈഡ്രിയ എന്ന് പറയുന്നുണ്ട്. എന്നാൽ നിങ്ങൾക്ക് നെഞ്ചെരിച്ചിലായിട്ട്, ഒരു പുകച്ചിലായിട്ട്, വേദനയൊക്കെ ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു കണ്ടീഷനാണ്, ഒരു അസിഡിറ്റി അല്ലെങ്കിൽ ഗ്യാസ്ട്രോ ഈസോഫേഗൽ റിഫ്ലക്സ് ഡിസീസ് ഒക്കെ ആയിട്ടുള്ള രീതിയിലുള്ള ലക്ഷണങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ ആസിഡ് സെക്രീഷൻസ് അമിതമായിട്ട് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഹൈപ്പർ ക്ലോറോഹൈഡ്രിയ എന്ന കണ്ടീഷൻസ് ആണ്. ഇങ്ങനെയാണ് നമ്മൾ അസിഡിറ്റി എന്ന ആ ഒരു ബുദ്ധിമുട്ടിനെ രണ്ട് രീതിയിൽ തരംതിരിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു അസിഡിറ്റി അല്ലെങ്കിൽ ഗ്യാസ്ട്രോ ഈസോഫേഗൽ റിഫ്ലക്സ് ഡിസീസ് എന്ന കണ്ടീഷൻസിന്റെ മെയിൻ റൂട്ട് കോസ് എന്ന് പറയുന്നത് ഈ ഒരു HCl സെക്രീഷൻസിന്റെയും അല്ലെങ്കിൽ പെപ്സിൻ സെക്രീഷൻസിന്റെ അമിതമായിട്ടുള്ള ഒരു പ്രൊഡക്ഷൻസ് അല്ലെങ്കിൽ അതിന്റെ ഓവർ പ്രൊഡക്ഷൻസ് കാരണമാണ് ഈ ബുദ്ധിമുട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കോമൺ സിംറ്റം എന്ന് പറയുന്നത് നെഞ്ചെരിച്ചിലായിട്ട് ഫീൽ ചെയ്യാം. ചിലർക്ക് പുളിച്ച് തികട്ടി വരുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവും, ഏമ്പക്കായിട്ട് വരാവുന്നതാണ്, ചിലപ്പോൾ ഓക്കാനായിട്ടോ ഛർദിയായിട്ടോ കാണിക്കാവുന്നതാണ്. ചിലർക്ക് വയറിളകി പോകുന്ന ബുദ്ധിമുട്ടുകളും ഇതിന്റെ ഭാഗമായിട്ട് കാണിക്കാം. വയറിന്റെ ഭാഗത്തൊക്കെ ആയിട്ട് സിവിയർ ആയിട്ടുള്ള ഒരു പെയിൻ ഫീൽ ചെയ്യാവുന്നതാണ്. ഇപ്പൊ നമ്മൾ അൾസറിനെ ക്ലാസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ ഗ്യാസ്ട്രിക് അൾസറും ഉണ്ട്, ഡിയോഡിനൽ അൾസറും ഉണ്ട്. ഗ്യാസ്ട്രിക് അൾസർ എന്ന് പറയുമ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് അപ്പൊ തന്നെ നമുക്കൊരു പെയിൻ ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഗ്യാസ്ട്രിക് അൾസർ എന്ന് പറയുന്നത്. ഡിയോഡിനൽ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ കുടൽ സംബന്ധമായിട്ടുള്ളതായതുകൊണ്ട് തന്നെ ഡിയോഡിനം, അത് കുടലിന്റെ ഒരു ഭാഗമായതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് വരുന്ന അൾസർ അല്ലെങ്കിൽ മുറിവുകളാണ് ഡിയോഡിനൽ അൾസർ എന്ന് പറയുന്നത്. ഗ്യാസ്ട്രിക് അൾസർ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ആമാശയമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് തന്നെ അതിനെ ഗ്യാസ്ട്രിക് അൾസർ എന്ന് പറയുന്നു. അപ്പൊ ഇതിന്റെ ഒരു കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഡിയോഡിനൽ അൾസറിൽ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് അങ്ങനെ വേദന ഫീൽ ചെയ്യത്തില്ല. ഫുഡ് കഴിച്ചാൽ ഉടനെ തന്നെ നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ നമുക്കൊരു ഗുഡ് ഫീലിംഗ് അല്ലെങ്കിൽ നമുക്ക് ഒരു റിലീഫ് ഫീലിംഗ് കിട്ടുന്നതാണ് ഡിയോഡിനൽ അൾസറിൽ കാണുന്ന ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു അസിഡിറ്റിന്റെ മെയിൻ സിംറ്റംസ് ആയിട്ട് പറയുന്നതാണ് ഈ നെഞ്ചെരിച്ചിലും അതേപോലെ തന്നെ വയറിന് വേദനയും ഒരു പുകച്ചിലും ഒക്കെ ആയിട്ട് നമുക്ക് മെയിൻലി പറയുന്ന ഒരു സിംറ്റംസ്. അപ്പൊ ഇതിന്റെ ഒരു മാനേജ്മെന്റ് സൈഡ് നോക്കുന്ന സമയത്ത് ഒരു 4 കാര്യങ്ങൾ നമ്മൾ ഇതിനെ നമ്മുടെ ലൈഫിൽ നമ്മൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ആദ്യത്തേത് നമ്മളെ ചേഞ്ച് യുവർ സൈക്കോളജി. അതായത് ചിലർക്ക് സ്ട്രെസ് വരുന്ന സമയത്ത്, കൂടുതൽ ആങ്സൈറ്റി ഉള്ള സമയത്തൊക്കെ വയറിളകി പോകുന്നത്, ഇപ്പോൾ എവിടെയെങ്കിലും പോകാനിരിക്കുക അല്ലെങ്കിൽ നമ്മൾ ഒരു ഫംഗ്ഷനിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ആ ഫംഗ്ഷൻസിനെ കുറിച്ച് ആലോചിച്ചിട്ട് ചിലർക്കൊക്കെ ഈ ഒരു വയറിളകി പോകുന്ന പ്രശ്നങ്ങൾ, വയറുന്നൊരു ഈച്ചിലും പുകച്ചിലും കാണാം. അവിടെ നമ്മൾ ഗട്ടും ബ്രെയിനും ആയിട്ട് ഒരു ഡയറക്റ്റ് കണക്ഷൻസ് വരുന്ന സമയത്താണ് നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ആ ഒരു സൈക്കോളജിക്കൽ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു മൈൻഡ് സെറ്റ് ആദ്യം മാറ്റിയെടുക്കുക. ചിലർക്ക് ഒരു തോട്ട്സ് ഉണ്ട്, നമ്മളിപ്പം എന്തെങ്കിലും ഒരു ഫുഡ് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളിപ്പോൾ നമുക്ക് അലർജിക് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ദഹനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്തെങ്കിലും ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ടോയ്ലറ്റിൽ പോകാൻ തോന്നും, അതുകൊണ്ട് എനിക്ക് ആ ഭക്ഷണം വേണ്ട. ഇങ്ങനെ ഒരു തോട്ട് വെച്ച് നമ്മൾ ഒരു ഫുഡ് കഴിക്കുവാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിനും നമ്മുടെ ബോഡിയും ആ ഒരു തോട്ടിനോട് അഡാപ്റ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പം നമ്മൾ ഫുഡ് കഴിക്കുന്നതാണെങ്കിൽ അത് നമ്മൾ ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും കഴിക്കാൻ ശ്രമിക്കുക. അപ്പം നമ്മുടെ സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു മൈൻഡ് സെറ്റ് പതിയെ പതിയെ കുറച്ചു കൊണ്ടുവരിക, അല്ലെങ്കിൽ നമുക്ക് എല്ലാത്തിനോടും ഒരു അഡാപ്റ്റബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. രണ്ടാമത്തേത് എലിമിനേഷൻ ഓഫ് ഡയറ്റ്. എലിമിനേഷൻ ഓഫ് ഡയറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡയറ്റിൽ കുറേ കാര്യങ്ങൾ മോഡിഫൈ ചെയ്യണം, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. എസ്പെഷ്യലി നമ്മളിപ്പോൾ അസിഡിറ്റി ഉണ്ടാക്കുന്ന ആഹാരങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു കോമൺ ടേം എന്ന് പറയുന്നത് അമിതമായിട്ട് ഈ എരിവേറിയ ആഹാരങ്ങൾ കഴിക്കുക, അല്ലെങ്കിൽ ഉപ്പേറിയ ആഹാരങ്ങൾ കഴിക്കുക, അല്ലെങ്കിൽ കൂടുതൽ സ്പൈസി മസാലാസ് ഒക്കെ ചേർക്കുന്ന സമയത്താണ് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. അതേപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ എലിമിനേറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഡയറ്റിൽ നിന്നും ഈ ഗ്യാസ്ട്രിക് കംപ്ലയിൻസ് ഉള്ളവരെ എലിമിനേറ്റ് ചെയ്യേണ്ട ഒരു മെയിൻ 3 ഫുഡുകൾ എന്ന് പറയുന്നത് ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ. എസ്പെഷ്യലി ഗോതമ്പ്, ആട്ട, മൈദ, റവ, ഇതൊക്കെ നമുക്ക് ദഹനത്തിന്റെ ബുദ്ധിമുട്ടുകൾ ഇൻക്രീസ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ ട്രിഗർ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് ഉണ്ട്.
രണ്ടാമത്തേത് ലാക്ടോസ് ആണ്. ചിലർക്ക് ഈ പാലൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ദഹനത്തിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. വയറിളകി പോകുന്ന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഛർദിയായിട്ടോ ഓക്കാനായിട്ടോ കാണിക്കാവുന്നതാണ്. മൂന്നാമത്തെ ഒരു എലിമിനേറ്റിംഗ് ഡയറ്റ് പ്ലാൻ എന്ന് പറയുന്നത് വെജിറ്റബിൾ ഓയിൽസ് ആണ്. വെജിറ്റബിൾ ഓയിൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്ലാന്റ് സോഴ്സിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഓയിൽസ് ആണ് വെജിറ്റബിൾ ഓയിൽസ്. എസ്പെഷ്യലി സൺഫ്ലവർ സീഡ് ഓയിൽ, ദെൻ പാം ഓയിൽ. ഇതൊക്കെ ഹൈലി റിഫൈൻഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ദഹനത്തിന്റെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ നമ്മൾ ചിലർക്കൊക്കെ ഈ പൂരി കഴിക്കുന്ന സമയത്തൊക്കെ ദഹനത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും. മിക്ക വീടുകളിലും നമ്മൾ പൂരി കുക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ ഓയിലാണ് കുക്ക് ചെയ്യുക. കാരണം വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ ഹൈലി കോസ്റ്റ്ലി ആണ്. അപ്പം അതിന്റെ ആ ഒരു കോസ്റ്റ്ലി ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ മിക്ക വീടുകളിലും അത് ഓയിലാണ് കുക്ക് ചെയ്യുക. ഓയിൽ എന്ന് പറയുമ്പോൾ മെജോറിറ്റി വീടുകളിലും യൂസ് ചെയ്യുന്നത് സൺഫ്ലവർ ഓയിൽ ആയിരിക്കും, അല്ലെങ്കിൽ പാം ഓയിൽ ആയിരിക്കും. അപ്പൊ ചിലർക്ക് ഈ ഒരു പൂരി കഴിക്കുന്ന സമയത്ത് ദഹനത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത് ഈ ഒരു ഓയിലാണ്. അല്ലെങ്കിൽ അമിതമായിട്ട് നമ്മൾ ഓയിലിന്റെ പ്രൊഡക്ഷൻസ് അല്ലെങ്കിൽ ഓയിൽ കഴിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഓൾറെഡി അതൊരു ഓയിൽ കണ്ടന്റ് അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലാണ്, അത് നമുക്ക് അൺഹെൽത്തി ആണ്. പിന്നെയും നമ്മൾ അതിനെ റീഹീറ്റ് ചെയ്ത സമയത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പിന്നെ പൂരി എന്ന് പറയുമ്പോൾ അതൊരു ആട്ട കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങളാണ്. അപ്പൊ ഗ്ലൂട്ടൻ എന്ന് പറയുമ്പോൾ ഒരു പ്രോട്ടീൻ ആണ്. ആ പ്രോട്ടീൻ നമ്മുടെ ദഹനത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ദഹനത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ ഈ രണ്ട് കോമ്പിനേഷൻസിന് കൂടി വരുന്ന സമയത്താണ് നമുക്ക് ഈ ഒരു ഡൈജസ്റ്റീവ് സിംറ്റംസ് പ്രോമിനന്റ് ആയിട്ട് കാണിക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള 3 ആഹാരങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും റെസ്ട്രിക്ട് ചെയ്യുക. അപ്പൊ നമ്മൾ മെയിനായിട്ട് ഒഴിവാക്കേണ്ടത് ഗ്ലൂട്ടൻ, അതേപോലെ തന്നെ ലാക്ടോസ്, ദെൻ വെജിറ്റബിൾ ഓയിൽസ്. ഇനി നമ്മളെ ഡയറ്റ് മോഡിഫിക്കേഷൻസ് അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മൂന്നാമത്തെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ന്യൂട്രീഷണൽ സപ്പോർട്ടാണ്. ഈ ദഹനത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളതാണ് മൈക്രോ ന്യൂട്രിയൻസ്. എസ്പെഷ്യലി മെഗ്നീഷ്യം, സിങ്ക്, സെലീനിയം, കാൽഷ്യം, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ബി കോംപ്ലക്സുകൾ. ഇത്രയും ന്യൂട്രീഷ്യൻസ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് ദഹനം കൃത്യമായിട്ട് നടക്കത്തുള്ളൂ. മിക്ക ആളുകൾക്കും ഈ ഒരു വൈറ്റമിൻ ഡിന്റെ ഡെഫിഷ്യൻസീസ് കാരണം ഗ്യാസ്ട്രിക് സിംറ്റംസ് പ്രോമിനന്റ് ആണ്. അവിടെ സംഭവിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദഹനത്തിന് അല്ലെങ്കിൽ നമ്മുടെ ദഹനം കറക്റ്റ് ആക്കാനും അല്ലെങ്കിൽ ആ ഒരു ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ഫിൻഡേഴ്സ് പ്രസന്റ് ആണ്. സ്ഫിൻഡേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ അന്നനാളത്തിൽ ഒരു ഫുഡ് താഴത്തേക്ക് ഇറങ്ങി വരാൻ സഹായിക്കുന്നതാണ് ഈ സ്ഫിൻഡേഴ്സിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത് അതിന്റെ ബാക്ക്വേർഡ് ഫ്ലോ പ്രിവെന്റ് ചെയ്യാനും ഡൗൺവേർഡ് ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നതാണ് ഈ സ്ഫിൻഡേഴ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു വാതിലുകൾ പോലെ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ സ്ഫിൻഡേഴ്സ് കൃത്യമായിട്ട് ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ അവിടെ വൈറ്റമിൻ ഡിന്റെ സഹായം അത്യാവശ്യമാണ്. അപ്പൊ മിക്ക ആളുകൾക്കും ഈ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ അവർക്ക് നെഞ്ചെരിച്ചിലും പുളിച്ചു തേട്ടി വരുന്ന പ്രശ്നങ്ങളും ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യന്റ് ആണെങ്കിൽ അതിന്റെ സപ്ലിമെന്റ് രൂപത്തിലോ അല്ലെങ്കിൽ അത് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കണം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വൈറ്റമിൻ ബി കോംപ്ലക്സുകൾ. മിക്ക ആളുകൾക്കും ഈ വയറിൽ അൾസർ വരിക അല്ലെങ്കിൽ വായ്പുണ്ണ് വരിക, ഇതിന്റെ മെയിൻ റൂട്ട് കോസ് എന്ന് പറയുന്നത് എസ്പെഷ്യലി വൈറ്റമിൻ B12 ഡെഫിഷ്യൻസീസ് ആണ്. അല്ലെങ്കിൽ ബി കോംപ്ലക്സുകളിൽ വരുന്ന B12 ഡെഫിഷ്യൻസീസ് വരുമ്പോഴാണ് മിക്ക ആളുകൾക്കും ഈ ഒരു അൾസർ ഫോർമേഷൻസ് ഉണ്ടാവുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? മെഡിക്കൽ ഷോപ്പിൽ ചെന്നിട്ട് അതിന്റെ സപ്ലിമെന്റ്സോ വൈറ്റമിൻ ടാബ്ലറ്റ്സ് കഴിക്കുമ്പോൾ അത് ഹീൽ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ബി കോംപ്ലക്സ് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കണം. ധാന്യങ്ങളോ ചെറുപയറ് കാര്യങ്ങളോ അല്ലെങ്കിൽ പ്രോബയോട്ടിക് ആഹാരങ്ങളൊക്കെ നന്നായിട്ട് കഴിക്കുക. ഇനി മെഗ്നീഷ്യം, സിങ്ക്, സെലീനിയം പോലത്തെ മൈക്രോ ന്യൂട്രിയൻസ് ആയാലും നമ്മുടെ ദഹനരസം ഉൽപ്പാദിപ്പിക്കാനും ദഹനത്തിന്റെ മൂവ്മെന്റ് ഇംപ്രൂവ് ചെയ്യാനും ബവൽ മൂവ്മെന്റ്സ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ന്യൂട്രീഷണൽ സപ്പോർട്ടും കൃത്യമായിട്ടും നിങ്ങളുടെ ഡയറ്റ് പ്ലാനിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇനി നാലാമത്തെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ്. അതിൽ ബേസിക് തിങ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഉറക്കം. കൃത്യമായിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക. ഒരു 6-7 മണിക്കൂറെങ്കിലും മിനിമം നമ്മുടെ സ്ലീപ്പ് ടൈം മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതും ഏർലി ആയിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക. രാത്രി ഉറങ്ങുന്നതിന്റെ മുന്നേ ഒരു 2-3 മണിക്കൂർ മുന്നേയിട്ട് ലൈറ്റ് ആയിട്ടുള്ള ഡിന്നർ മാത്രം കഴിക്കുക. അധികം പുളിപ്പുള്ളതോ അല്ലെങ്കിൽ അധികം എരിവുള്ള ആഹാരങ്ങളോ അധികം ഓയിലി ആയിട്ടുള്ള ആഹാരങ്ങളൊക്കെ രാത്രി കാലങ്ങളിൽ കഴിക്കുന്നുണ്ടെങ്കിൽ അളവ് കുറയ്ക്കുക. അതേപോലെ നമ്മൾ രാത്രി കാലങ്ങളിൽ വയറ് നിറച്ച് ചോറ് കഴിക്കുക അല്ലെങ്കിൽ വയറ് നിറച്ച് ആഹാരം കഴിക്കുന്ന ശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറയ്ക്കുക. രാത്രി കാലങ്ങളിൽ മാക്സിമം നമ്മൾ ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ച് ഉറങ്ങാൻ ശ്രമിക്കുക. എന്നാലേ ഉള്ളൂ നമ്മളൊരു ഉറക്കം കൃത്യമായിട്ട് ഉണ്ടാവത്തുള്ളൂ, ദഹനം നല്ല രീതിയിൽ നടക്കത്തുള്ളൂ. ചിലർക്ക് ഈ ഹെവി ആയിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് നെഞ്ചെരിച്ചിലും ഉറക്കത്തിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുകയും വയറിളകി പോകുന്ന പ്രശ്നങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം രാത്രിയിൽ കൃത്യമായിട്ട് ഉറങ്ങുക, അതും ഏർലി ആയിട്ടുള്ള ഉറക്കം മെയിൻറ്റെയിൻ ചെയ്യുക. ഇനി പ്രോപ്പർ ടൈമിങ്ങിൽ ഡിന്നറോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചോ കഴിക്കാൻ ശ്രമിക്കുക. മിക്ക ആളുകളും ഈ ജോലി തിരക്കിന്റെ ഭാഗമായിട്ടും അതേപോലെ തന്നെ പഠനത്തിന്റെ ഭാഗമായിട്ടും ഒക്കെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്ന ഒരു ശീലങ്ങൾ കണ്ടിട്ടുണ്ട്. അത് ഏറ്റവും വലിയ മണ്ടത്തരമാണെന്ന് എനിക്ക് പറയാവുന്നതാണ്. കാരണം ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ബ്രെയിനിലെ ഏറ്റവും കൂടുതൽ
ഫങ്ഷൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ബ്രെയിൻ എനർജി സോഴ്സ് ആണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മൾ ഒരു ഗുഡ് ഡയറ്റ് പ്ലാൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഒരു ഹോൾ ഡേ തന്നെ വീക്ക്നെസ് ഫീൽ ചെയ്യാനുള്ള ചാൻസസുകൾ ഉണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കൃത്യ ടൈമിങ്ങിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ലഞ്ച് ടൈം ആയാലും ഒരു 1 o'clock 1:30 ഉള്ളിൽ ലഞ്ച് ടൈം മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾ വെള്ളം കുടിക്കുന്നതിൻ്റെ ഒരു ഫാക്ടർ ഇതിനെ കൂടുതൽ ഡിപ്പെൻഡഡ് ആണ്. മിക്ക ആളുകളും കണ്ടിട്ടുള്ള ഒരു ശീലങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഉരുള കഴിക്കും, പിന്നെ ഒരു അര ഗ്ലാസ് വെള്ളം കുടിക്കും, പിന്നെ ഒരു ഉരുള കഴിക്കും, പിന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും. ഇങ്ങനെ ഒരു പാറ്റേൺ ഓഫ് ഈറ്റിംഗ് ഞാൻ മിക്ക പേഷ്യൻസിലും കണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഞാൻ അവർക്ക് പേഴ്സണലി സജസ്റ്റ് ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഒരു 10-15 മിനിറ്റ് മുന്നേ വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കുക. ഇൻ ബിറ്റ്വീൻ നമ്മൾ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള ദഹന രസങ്ങൾ, എസ്പെഷ്യലി HCl, പെപ്സിൻ പോലത്തെ ഡൈജസ്റ്റീവ് ജ്യൂസസുകളും ഡൈജസ്റ്റീവ് എൻസൈംസുകളിലും വേരിയേഷൻസ് വന്നിട്ട് ഈ പറഞ്ഞിട്ടുള്ള നെഞ്ചെരിച്ചിലും തികട്ടി വരുന്ന പ്രശ്നങ്ങളും കാണിക്കാവുന്നതാണ്. അതേപോലെ തന്നെ മിക്ക ആളുകളും ചെയ്യുന്ന ഒരു മിസ്റ്റേക്സ് എന്ന് പറയുന്നത് ഈ ഫ്രൂട്ട്സ്, എസ്പെഷ്യലി അധികം മധുരമുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് ആ ഭക്ഷണത്തിന്റെ എരിവൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം കഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതും ഈ പറഞ്ഞ പോലെ തന്നെ ഹൈ കലോറിയാണ്. അതേപോലെ തന്നെ ദഹനത്തിന്റെ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ ദഹനത്തിന്റെ ആ ഒരു രസങ്ങളെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ അതും ഹൈ കലോറി ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഷുഗർ സ്പൈക്ക് ഉണ്ടാവും. ദഹന രസങ്ങളുടെ ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് അസിഡിറ്റി, നെഞ്ചെരിച്ചിൽ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എപ്പോഴും ഫ്രൂട്ട്സ് കഴിക്കേണ്ട ഒരു പീരീഡ് ഓഫ് ടൈം എന്ന് പറയുന്നത് ഭക്ഷണത്തിന് മുൻപായിട്ട് ഒരു 1 or 2 hour ബിഫോർ ആയിട്ട് ഫ്രൂട്ട്സ് കഴിക്കാൻ ശ്രമിക്കുക. രാത്രി കാലങ്ങളിൽ നിങ്ങൾ റൈസിന് പകരമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രൂട്ട്സ് കഴിക്കാം. അതൊരു സാലഡ് ഫോമിൽ കഴിക്കേണ്ട, ഒരു ഫ്രൂട്ടോ അല്ലെങ്കിൽ 2 ഫ്രൂട്ടോ അല്ലെങ്കിൽ ഒരു ആപ്പിളോ ഒരു ഓറഞ്ചോ എന്നുള്ള രീതിയിൽ മാത്രം കഴിക്കാൻ ശ്രമിക്കുക. അതിനോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള മെയിൻ തിങ്, നമ്മുടെ സ്ട്രെസ് ലെവൽ മാക്സിമം കൺട്രോൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ചെയ്യുക. പാട്ട് പാടുകയോ അല്ലെങ്കിൽ പുസ്തകങ്ങൾ വായിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകളോട് സംസാരിക്കുകയോ യാത്രകൾ പോവുകയോ, അങ്ങനെ നമ്മുടെ സ്ട്രെസ്സിനെ അല്ലെങ്കിൽ ആ ഹൈ ലെവൽ കോർട്ടിസോൾ ലെവലിനെ കുറച്ച് കൊണ്ടുവരുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു ഡൈജസ്റ്റീവ് റിലേറ്റ് ചെയ്തിട്ടുള്ള കംപ്ലയിൻസ് നമുക്ക് കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ കുറച്ചെടുക്കാവുന്നതാണ്. സിവിയർ സിംറ്റംസ് ഒക്കെ ആണെങ്കിൽ നിങ്ങളൊരു ഡോക്ടറുടെ ട്രീറ്റ്മെന്റ് സ്വീകരിക്കേണ്ടതാണ്. സോ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്